എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് മുതിരുന്നത്. കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, എല്ലാ രീതിയിലുള്ള അതിക്രമങ്ങൾ പെരുകി വരുന്നു എന്ന് ഭയപ്പെടുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. അത് ലൈംഗിക അതിക്രമമായിരുന്നാലും ശരി, മറ്റു രീതിയിലുള്ള ക്രൗര്യമായിരുന്നാലും ശരി, കുട്ടികൾക്കെതിരെയുള്ള ക്രൗര്യം ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് കുട്ടികളും ശൈശവവുമാണ് എന്നാണ് എൻ്റെ അനുഭവവും ബോധ്യവും. അപ്പോൾ ഇതിനകത്ത് കുട്ടികളുടെ ലൈംഗിക അതിക്രമത്തെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് ഒരുപാട് ചർച്ചകൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ അധികരിച്ച് സംസാരിക്കാൻ മുതിരുന്നത്. ഈ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിംഗ് അനുസരിച്ചിട്ട് ഇപ്പോഴും ഓരോ നാളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുടനീളമായാലും, ലോകത്തെവിടെയായാലും, ഇന്ത്യയിലായാലും, സംസ്ഥാനത്തായാലും എല്ലായിടത്തും ഇത് പെരുകുന്നുണ്ട്. അപ്പോൾ ഇതിന് പെരുകുന്നതിനുള്ള കാരണം ആളുകൾ പറയുന്നത് പണ്ടും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് എണ്ണം കൂടുന്നത് എന്നാണ്. അതെന്തോ ആവട്ടെ, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികൾ സുരക്ഷിതരായിരിക്കണം. അവർക്ക് സുരക്ഷിതമായി വളരാനുള്ള, വികസിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടികൾക്ക് ലൈംഗിക അതിക്രമങ്ങൾ സംഭവിക്കാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. ഇതിനെ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ഉണ്ടാക്കിയത്. അതിലെ 2-3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാനിതിവിടെ അവസാനിപ്പിക്കും. ഒന്ന്, ഈ കുട്ടി, നമ്മൾ ആലോചിക്കുക, ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടിയുടെ ഏറ്റവും ചെറിയ പ്രായം നോക്കിയാൽ ജനിച്ചു വീണതിൻ്റെ പിറ്റേ ദിവസം തൊട്ടുള്ള കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് മാറ്റി 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടും. അത്തരം കുട്ടികൾക്ക് ഈ കേസിൽ അവരുടെ ഈ ലൈംഗികമായ കുറ്റകൃത്യങ്ങളിൽ അവരുടെ വേഷവിധാനമോ അവരുടെ മറ്റെന്തെങ്കിലും പെരുമാറ്റമോ അവരുടെ മറ്റ് സ്വഭാവ വിശേഷങ്ങളോ ഒന്നും ഈ ലൈംഗിക അതിക്രമത്തിന് ഒരു ഘടകമല്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. മറ്റുള്ളവരെ കുറിച്ച് പറയാറുണ്ട്, അത് വലിയ ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണ്, ആ രീതിയിൽ നടന്നിട്ടാണ്, ആ രീതിയിൽ പെരുമാറിയിട്ടാണ് എന്നൊക്കെ വളരെ വിദ്യാഭ്യാസമുള്ളവർ പോലും, സംസ്കാര സമ്പന്നരെന്നൊക്കെ പറയുന്നവർ പോലും പറയാറുണ്ട്. പക്ഷേ ഈ കുട്ടി, 1 വയസ്സുള്ള കുട്ടിയും 2 വയസ്സുള്ള കുട്ടിയും 3 വയസ്സുള്ള കുട്ടിയും, ആ കുട്ടിയുടെ വേഷവിധാനം കൊണ്ടാണ് മറ്റൊരാൾക്ക് ലൈംഗിക ചോദന ഉണ്ടായത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതെന്തോ ആവട്ടെ, ഞാൻ അതിനെക്കുറിച്ച്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട വേദികൾ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ 2 കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചെറിയ കുട്ടിക്ക് തൻ്റെ ഭാഗത്ത് ഒരു വിക്റ്റിം എന്ന് പറയുന്ന രീതിയിൽ, പീഡിപ്പിക്കപ്പെട്ട ഒരു കുട്ടി എന്ന രീതിയിൽ, ആ കുട്ടിക്ക് യാതൊരു പങ്കാളിത്തവും ഇതിനകത്ത് ഇല്ലാത്തൊരു കേസിൽ പോലും യഥാർത്ഥത്തിൽ ആ കുട്ടി പിന്നീട് പീഡിപ്പിക്കപ്പെടുക. കാരണം കുട്ടിയുടെ ഐഡൻറ്റിറ്റി നമ്മൾ യാതൊരു നിർദാക്ഷിണ്യം തന്നെ നമ്മൾ ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി ഒഴിവാക്കപ്പെടുക. പലരും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, അത് രക്ഷിതാക്കളാകാം, അല്ലെങ്കിൽ നാട്ടുകാരാകാം, മാധ്യമങ്ങളാകാം, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാകാം, ഇവരൊക്കെ പല കാരണങ്ങളാൽ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാതെ ഈ കുട്ടിയുടെ ഐഡൻറ്റിറ്റി മനസ്സിലാകുന്ന രീതിയിലുള്ള വാർത്തകൾ, സംസാരങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നു. നമുക്കിത് ഒഴിവാക്കണം. കാരണം ഈ കുട്ടിക്ക് ഭാവിയിലൊരു ജീവിതമുണ്ട്. ഈ കുട്ടിയുടെ ജീവിതത്തിൽ, ഭാവി ജീവിതത്തിൽ ഇതൊരു പാവക്കറിയായിട്ട് എല്ലാ കാലത്തും തുടരരുത് എന്നുള്ളത് കൊണ്ടാണ് കുട്ടിയുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന് ഗവൺമെൻറ് അതിശക്തമായി നിയമത്തിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ തെളിവെടുപ്പ്, ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പെല്ലാം ഏറ്റവും സുതാര്യവും ഏറ്റവും ചൈൽഡ് ഫ്രണ്ട്ലിയുമായിരിക്കണം. ചൈൽഡ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കുട്ടിക്ക് തെളിവെടുപ്പ് സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഒക്കെ തെളിവെടുപ്പ് സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നാമത് പോലീസ് സ്റ്റേഷനിൽ കുട്ടിയെ വിളിപ്പിക്കരുത്, യൂണിഫോം ഇട്ട് അന്വേഷിക്കരുത്, യൂണിഫോം ധരിച്ചുകൊണ്ട് കുട്ടിയോട് സംസാരിക്കരുത്. മാത്രമല്ല, അങ്ങനെയൊക്കെ അല്ലാതെ പോലും സംസാരിക്കണം പോലും കുട്ടിക്ക് വിശ്വാസമുള്ള ഒരാളെ കുട്ടിക്ക് ചേർത്ത്, കുട്ടിയുടെ രക്ഷിതാവാകാം, കൗൺസിലേഴ്സാകാം, ആരെങ്കിലും ഒരാൾ, ആ കുട്ടിക്ക് വിശ്വാസമുള്ള ഒരാൾ കൂടി കുട്ടിയുടെ സഹായത്തിന് നിർത്തിക്കൊണ്ട് സംസാരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ നമുക്ക് സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്നാലും ശരി, മാധ്യമങ്ങളായിരുന്നാലും ശരി, നാട്ടുകാരായിരുന്നാലും ശരി, ബന്ധുക്കളായിരുന്നാലും ശരി, പലരും ഇതൊന്നും വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ
ഒരു വിഷയം കിട്ടിയ ഉടനെ ഈ കുട്ടിയുടെ ഐഡൻറ്റിറ്റി മനസ്സിലാകുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പരാമർശങ്ങൾ പലയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന പ്രദേശത്ത്, ഇന്ന വീട്ടിൽ, ഇന്ന ആളുടെ മരുമകൻ, ഇന്ന ആളുടെ മരുമകൾ എന്നൊക്കെ പറയുന്ന സൂചകങ്ങൾ നൽകുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവർക്ക് മനസ്സിലാവുകയാണ്. അത് ഈ കുട്ടിയുടെ ഭാവി ജീവിതത്തിന് വലിയ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ദയവായിട്ട് നമ്മുടെ ഈ കുട്ടികളോടുള്ള ഒരു പ്രതിബദ്ധത എന്ന രീതിയിൽ നമ്മുടെ സർക്കാർ നിങ്ങളോടും എന്നോടും മറ്റുള്ളവരോടും എല്ലാവരോടും ആവശ്യപ്പെടുന്ന രീതിയിൽ ഈ കുട്ടിയുടെ എല്ലാ തെളിവെടുപ്പുകളും ശിശു സൗഹൃദമായ രീതിയിൽ നടത്തണമെന്നും അതേപോലെ കുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിവാകുന്ന രീതിയിലുള്ള യാതൊരു പ്രസിദ്ധീകരണങ്ങളും യാതൊരു സംസാരവും ഒരു രീതിയും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നായിരുന്നാലും ശരി, ബന്ധുക്കളുടെ ഭാഗത്തുനിന്നായിരുന്നാലും ശരി, അയൽവക്കക്കാരുടെ ഭാഗത്തുനിന്നായിരുന്നാലും ശരി, ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത് എന്നും. കാരണം നമുക്ക് ഈ കുട്ടി വളരെ വിലപ്പെട്ടതാണ്. ഈ കുട്ടിയുടെ ഭാവി ജീവിതം സമൂഹത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. കുട്ടിയെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമുക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴൊന്നും കുട്ടിയുടെ ദേഹത്ത്, മനസ്സിൽ, ശരീരത്തിൽ എവിടെയും ഇതുപോലൊരു പാവക്കറിയുടെ ഒരു അംശം പോലും ഉണ്ടാകാത്ത രീതിയിൽ വേണം ഈ കുട്ടിയെ ശുദ്ധീകരിച്ചെടുക്കാൻ എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇത് ഒരു വലിയ വേദനയോടുകൂടിയാണ് ഞാൻ ഈ കാര്യം ഇവിടെ പലപ്പോഴും പറയേണ്ടി വരുന്നത്. അപ്പോൾ ദയവായി ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.